Pressure handling is managing stress, staying composed, making wise decisions, and understanding oneself and others. സമ്മർദ്ദ പരിപാലനം എന്നത് സമ്മർദ്ദം കൈകാര്യം ചെയ്യുവാനും സംയമനം പാലിക്കുവാനും സ്വയം മനസ്സിലാക്കാനും തന്നോടും മറ്റുള്ളവരോടും സഹാനുഭൂതി പ്രകടിപ്പിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ശേഷിയാണ്. സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ അതിനെ തിരിച്ചറിയുകയും മുൻവിധി കൂടാതെ വികാരങ്ങളെ അംഗീകരിക്കുകയുമാണ് ആദ്യമേ ചെയ്യേണ്ടത്. ആ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ദീർഘശ്വസനമോ മനഃപൂർണതയോ പോലുള്ള ശാന്തമായ സങ്കേതങ്ങൾ ഉപയോഗിക്കാം. മറ്റുള്ളവരുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുകയും സഹാനുഭൂതിയോടെ പ്രതികരിക്കുകയും ചെയ്യുന്നതിലൂടെ ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വഴക്കമുണ്ടാകാൻ സ്വന്തം സമീപനങ്ങളെ ക്രമീകരിക്കുന്നത് നന്നാകും. പ്രശ്നങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ കർമ്മങ്ങളെ ചെറിയ ഘട്ടങ്ങളാക്കി വിഭജിച്ച് പരിഹാരം കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് വിശ്രമിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ പിന്തുണ തേടുക എന്നിവയിലൂടെ സ്വയം ശ്രദ്ധിക്കുന്നതും സമ്മർദ്ദ പരിപാലനത്തിന് ഗുണകരമാകും. തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. വൈകാരിക സൗന്ദര്യം എന്ന പരമ്പരയില് നമ്മൾ ഇന്ന് 12ാമത്തെ ഘട്ടത്തില് വൈകാരിക സാക്ഷരതയും വൈകാരിക പക്വതയും കഴിഞ്ഞ വൈകാരിക ബുദ്ധിയുടെ തലത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പുള്ള ഒന്നാണ് പ്രഷർ ഹാൻഡ്ലിംഗ് അഥവാ സമ്മർദ്ദ പരിപാലനം എന്നുള്ളത്. വികാരങ്ങൾ നമ്മിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ അത് ഉണർന്നുകൊണ്ടേയിരിക്കും. ഓരോ തരം വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ടു തരം സമ്മർദ്ദങ്ങളുണ്ട്. ഒന്ന് യൂസ്ട്രസ് എന്ന് പറയും, മറ്റൊന്ന് ഡിസ്ട്രസ് എന്ന് പറയും. യൂസ്ട്രസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ക്രിയാത്മകമായ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. അത് നമ്മളിൽ ഹാനികൾ ഉണ്ടാക്കില്ല, ശരീര കോശങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിലൊന്നും തന്നെ ഹാനികൾ ഉണ്ടാക്കില്ല. പക്ഷെ അവിടെയും ചില ശ്രദ്ധകൾ ആവശ്യമാണ്. സന്തോഷത്തിന്റെ ആവേശത്തള്ളിച്ചകൾ കൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപകടമായി തീരാറുണ്ട്. അതുകൊണ്ട് അവിടെയും ശ്രദ്ധ വേണമെന്ന് മാത്രം. അപ്പൊ ഈ സമ്മർദ്ദ പരിപാലനം അഥവാ പ്രഷർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ആ അടുത്തൊരു ചുവട് നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ, അത് ഒന്നാമത് സമ്മർദ്ദം എന്നുള്ളത് നമ്മുടെ ഏത് തരത്തിലുള്ള സമ്മർദ്ദം വരുമ്പോഴും അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷിയാണ്. അവിടെ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും നമുക്ക് സംയമനം പാലിക്കാൻ കഴിയണം. അപ്പൊ സംയമനം പാലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അറിയണം, കൃത്യമായിട്ട് സ്വയം മനസ്സിലാക്കണം. ഈ എന്നോടും മറ്റുള്ളവരോടും സഹാനുഭൂതി ഉള്ള ഒരവസ്ഥയായിരിക്കണം. മറ്റുള്ളവരുടെ പെയിനുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്റെ പെയിൻ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് തിരിച്ചറിയണം. എന്റെ നില, എന്റെ റൈറ്റ്, എന്റെ സ്റ്റാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിയണം. ഇതിന്റെ ഒക്കെ അപ്പുറത്താണ് ഈ സമ്മർദ്ദം വരുമ്പോഴും വികാരങ്ങൾ വരുമ്പോഴും എമ്പതി വരുമ്പോഴും ഒക്കെ അതിനെ അടിസ്ഥാനമാക്കി ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവും കൂടെ. അപ്പൊ തീരുമാനം എടുക്കാൻ പല ചുവടുകളുണ്ട്, പല രീതിയിൽ നമുക്കത് ചെയ്യാം, പല രീതിയിൽ നമുക്കത് കൊണ്ടുപോകാം. എന്താണെങ്കിലും ഈ സമ്മർദ്ദ പരിപാലനം എന്ന് പറയുന്നത് ഈ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ്. ഈ ശേഷി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരിലും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, അതിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ,
സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ അതിനെ തിരിച്ചറിയുകയും മുൻവിധി കൂടാതെ വികാരങ്ങളെ അംഗീകരിക്കുകയുമാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഈ സമ്മർദ്ദം ഉണ്ടായി, എന്നിൽ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ആ സമ്മർദ്ദം ഉണ്ടാകാൻ കാരണമായ ഒരു വികാരമുണ്ടല്ലോ. വികാരം എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥയാണ്, നമുക്കറിയാം. ആ കാലാവസ്ഥ നമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ തിരിച്ചറിയുക. എന്നിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടായി എന്ന് തിരിച്ചറിയുക. അതാണ് നമ്മൾ ആദ്യമേ പഠിച്ചത്. നമുക്ക് ഒരു വികാരം ഉണ്ടാകുമ്പോൾ വികാരം ഉണ്ടായി എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. വികാരം വന്നു, ആ വികാരം ഇന്നതാണ് എന്നത് തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ആ വികാരങ്ങളെ നമ്മൾ അംഗീകരിക്കുക. എന്റെ ഉള്ളിൽ എനിക്ക് ദേഷ്യം വന്നു, അല്ലെങ്കിൽ എനിക്ക് വെറുപ്പ് വന്നു, അല്ലെങ്കിൽ എനിക്ക് ആസക്തി വന്നു എന്നുള്ളത് നമ്മൾ അതിനെ ഒരു മോശം അവസ്ഥയായിട്ട് നല്ല കണക്കാക്കേണ്ടത്. ആ വികാരം വന്നു, എനിക്ക് കോപം വന്നു എന്നത് സത്യമാണ്. എനിക്ക് അത്തരം ഒരു വികാരം ഉണ്ടാകാൻ പാകത്തിലുള്ള ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടായി, ഇത് സത്യമാണ്. അപ്പൊ അതിനെ നമ്മൾ അംഗീകരിക്കുക. നമ്മളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, അതിനെ അംഗീകരിക്കുക, അതിനെ പോസിറ്റീവായിട്ട് തന്നെ അംഗീകരിക്കുക. ഈ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനെ കടത്തിവിടാൻ പറ്റുക. അപ്പോഴാണ് നമ്മൾ പ്രകൃതിയിൽ തമ്മിലുള്ള ആ ഒരു സുതാര്യത പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വികാരമാണോ നമ്മുടെ ഉള്ളിൽ ഉണ്ടായത്, എന്ത് സമ്മർദ്ദമാണോ നമ്മുടെ ഉള്ളിൽ ഉണ്ടായത്, അതിനെ കൃത്യമായി ബോധ്യപ്പെടുകയും അതിനെ മുൻവിധി കൂടാതെ അതിനെ അംഗീകരിക്കുക. അത് ദേഷ്യമാണ്, അത് മോശം വികാരം എന്നുള്ള രീതിയിലല്ലാതെ അതിനെ അംഗീകരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ദീർഘശ്വസനമോ മനഃപൂർണ്ണതയോ പോലുള്ള ശാന്തമായ സങ്കേതങ്ങൾ ഉപയോഗിക്കാം. നമുക്ക് ഈ വികാരത്തള്ളിച്ച് ഉണ്ടായി, നമുക്ക് സമ്മർദ്ദം ഉണ്ടായി, ഉടനെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ ഉടനെ പ്രതികരിക്കാൻ നിൽക്കുകയല്ല. ആദ്യം ഇതിനെ ഒന്ന് താഴ്ത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധിക്കുക. ആ ഒരു വൈകാരിക അവസ്ഥയും ശാരീരിക അവസ്ഥയും പൂർണ്ണമായും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം ശ്വാസത്തെ വളരെ ദീർഘമായി പതുക്കെ വലിച്ചു വിടുക. ശ്വാസമാണ് മനസ്സിനെ ട്രിഗർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോ ശ്വാസമാണ് ശരീരത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത്, നമുക്കറിയാം. അപ്പോ ശ്വാസത്തിനെ വളരെ പതുക്കെ ആക്കിയിട്ട് നമ്മൾ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ മനസ്സിന്റെ ഈ ഓസിലേഷൻസ് ഉണ്ടല്ലോ. മനസ്സെന്ന് പറയുന്നത് അറിയാം, നമുക്ക് നിരൂപണം ചെയ്യുന്ന ഒരവസ്ഥയാണ്. വർത്തമാനത്തെയും പൂർവ്വത്തെയും ഭാവിയെയും എല്ലാത്തിന്റെയും ചേർത്ത് വെച്ചുകൊണ്ട് അഹത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശേഷികൾ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ്, ഒരു ആക്ടിവിറ്റിയാണ് മനസ്സെന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രധാന ഊർജം എന്ന് പറയുന്നത് ശ്വാസമാണ്. അപ്പോ ശ്വാസത്തെ വളരെ പതുക്കെയാക്കുന്ന സമയത്ത് മനസ്സിന്റെ ഈ പ്രോസസ് വളരെ പതുക്കെയാവും. മനസ്സിന്റെ പ്രോസസ് പതുക്കെയാവുന്ന സമയത്ത് ആകുലമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന പരിപാടി അവിടെ നിൽക്കും. എന്നിട്ട് നമ്മൾ എന്താണോ മനസ്സിലാക്കിയത്, വിറ്റ്നസ് ചെയ്തത് എന്താണ്, വികാരത്തെ നമ്മൾ വിറ്റ്നസ് ചെയ്തു, സമ്മർദ്ദത്തെ വിറ്റ്നസ് ചെയ്തു, ആ വിറ്റ്നസ് ചെയ്തത് എന്തും നമുക്ക് മനസ്സിലാവും. അപ്പോ അങ്ങനെ നമ്മൾ ശാന്തമായ രീതിയിൽ ശാന്തമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനഃപൂർണ്ണതയും ശ്വാസോച്ഛ്വാസവും തുടങ്ങിയ ശാന്ത സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഇതിനെ വികാരങ്ങളെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇത് തന്നെ ഇപ്പൊ നമുക്ക് എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളിലാണ് ഇതുണ്ടാകുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുക, അവരോട് സഹാനുഭൂതിയോടുകൂടി പ്രതികരിക്കുക. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക, അത് സഹാനുഭൂതിയോടുകൂടി അതിനോട് പ്രതികരിക്കുക. കാരണം അവർ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്തിനാ ദേഷ്യപ്പെട്ടതെന്ന് പറഞ്ഞെന്ന് അവരോട് തട്ടിക്കയറുന്നതിന് പകരം അവരുടെ ദേഷ്യം ആറാൻ വേണ്ടിയുള്ള ഒരു രീതി. നമ്മൾ ചില സിനിമകൾ, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണും, ചിലർ പെട്ടെന്ന് ചൂടാവുന്നത് റിലാക്സ് 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 എന്ന് പറയും. ഈ നമ്മളിവിടെ അങ്ങനെ പറയില്ല കേട്ടോ, നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ഇല്ല. അവിടെ അത്തരം സംസ്കാരമുണ്ട്. ഒരാളുടെ ക്ഷമിക്കാം, ഒരാൾക്ക് വികാരത്തള്ളിച്ച ഉണ്ടായാല് ആ വികാരത്തള്ളിച്ചയെ ശാന്തമാകാൻ അനുവദിക്കാനുള്ള സമയം നമ്മളൊന്ന് കൊടുക്കാന്നുള്ളത്. അത് നമ്മളെ എംപതിക്കലാകുമ്പോൾ മാത്രമേ കഴിയുള്ളൂ. നമുക്ക് അയാളെ ആ സ്ഥാനത്ത് നിന്ന് കാണുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ശമിപ്പിക്കാനായിട്ട് ശ്വസന വ്യായാമമോ മനഃപൂർണ്ണതയോ ചെയ്യുന്നത് പോലെ തന്നെ അപരനിൽ ഒരു വികാരത്തള്ളിച്ച് ഉണ്ടാവുന്ന സമയത്ത് അവിടെയും അതിനെ തണുക്കാൻ അനുവദിക്കുക. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്ത് തണുക്ക്, ഒന്ന് താഴോട്ട് പോവാ, ഒന്ന് പതുക്കെ പറയുന്നത്. അത് അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാകരുത്, അല്ലാതെ പതുക്കെ താഴ്ത്തിക്കൊണ്ടുവരിക.
അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. ബന്ധങ്ങൾ മെച്ചപ്പെടാൻ സഹായിക്കുകയും ചെയ്യും. ഈ സമ്മർദ്ദം ഉണ്ടാകുന്നതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സാഹചര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ അപരന്റെ ഒരു അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം വന്നു. ഈ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ മാറിക്കൊണ്ടേയിരിക്കും. സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളിലേക്കുള്ള പ്രകൃതിയുടെ വിനിമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സാഹചര്യങ്ങൾ മാറുമ്പോൾ ആ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മിൽ വഴക്കമുണ്ടെങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുക. ഇപ്പോ ഒരു സാധനം, ഒരു തെങ്ങിന്റെ മടൽ ഇങ്ങനെ മുകളിൽ നിന്നും മറിഞ്ഞു വീഴുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഏത് സാഹചര്യത്തെയും ഞാൻ ശക്തമായി നേരിടുന്ന നെഞ്ചും പിരിച്ചവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തലയെ തട്ടി നമ്മൾ താഴെ പോയി വരും. മടല് വീഴുന്ന സമയത്ത് നമ്മൾ മാറിക്കൊടുക്കണം. അത് മടലപ്പുറത്ത് വീണോളും നമ്മുടെ മേലെ വീഴാതെ നമ്മൾ മാറിക്കൊടുക്കുക എന്നുള്ളതാണ് ഇത് ശരി. അവിടെ അണത്തം കാണിച്ചിട്ട് അല്ലെങ്കിൽ അഹങ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വഴക്കമുണ്ടാക്കാൻ സ്വന്തം സമീപനങ്ങളെ ക്രമീകരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇപ്പോ നമ്മുടെ നമ്മളോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പോ നീ എങ്ങനെ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ച് ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്, എന്റെ സ്റ്റാൻഡ് ഇതാണ്, ഞാൻ അതിനെ ശക്തമായി പ്രതികരിക്കുന്നു എന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സീനും ഭയങ്കര പ്രശ്നമാവും. അതിനു പകരം ആ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ വഴങ്ങണം. അവിടെ ഒരാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാനും കൂടെ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്, ഞാൻ അനുസരിച്ച് വഴങ്ങണം. അതിനുവേണ്ടി എന്റെ നിലപാടുകളിൽ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ക്രമീകരണം വരുത്തുമ്പോൾ എനിക്ക് വഴക്കമുണ്ടാവുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇതിപ്പോ ഇണയുടെ കാര്യമല്ല, ഒരു ഉപകരണമാണ്. ആ ഉപകരണം കേടായാൽ ഉപകരണം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, നമ്മുടെ വാഹനം ഒരു ബുദ്ധിമുട്ട് തോന്നും. ആ സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വാഹനം പിന്നെ ഒരിക്കലും ഓടില്ല എന്നുള്ള രീതിയിൽ ചെന്ന് തട്ടുകയോ മുട്ടുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് വരും. അതിന് പകരം സാവധാനം അതിനോട് സമീപനം നടത്തി നമ്മൾ അതിനോട് ഒരു ശരിയാം വിധമുള്ള ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ വികാരങ്ങൾ തള്ളുന്നതിന് പകരം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വഴക്കം, ഇങ്ങനെയാണോ സാഹചര്യം, ഓക്കെ, നമ്മൾ റിലാക്സ് ചെയ്യുന്നു, നമ്മുടെ വികാരങ്ങളെല്ലാം നമ്മൾ പതുക്കെ ലഘൂകരിക്കുന്നു, എന്നിട്ട് അടുത്ത ചുവടെന്താണെന്നുള്ളത് അന്വേഷിക്കുന്നു. അപ്പൊ നമുക്കിത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. പലപ്പോഴും ഈ നമ്മുടെ കാറിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപകരണത്തിന് നമ്മുടെ ഒരു ഇണയ്ക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിലാണ് നമ്മൾ സാധാരണ ഫോക്കസ് ചെയ്യുക. മനുഷ്യന്റെ സ്വഭാവമാണ് ആ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യും. നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, ഇതെങ്ങനെയല്ലേ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനു പകരം ആ പ്രശ്നം ഉണ്ടെന്നുള്ള സത്യമാണ്, ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഈ പ്രശ്നം അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ പ്രശ്നം വീണ്ടും കൂടി വരികയാണ് ചെയ്യുക. അതിന് പകരം അതിന്റെ ഒരു ആ സാഹചര്യത്തെ ഒന്ന് മാറ്റി നമ്മൾ അതിനൊരു പരിഹാരത്തിന്റെ ഒരു വഴിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കാറിന്റെ പ്രശ്നമാണെങ്കിൽ ശരി, ഇണയുടെ പ്രശ്നമാണെങ്കിൽ ശരി, ആ പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ആ പരിഹാരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സമ്മർദ്ദം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു ദീർഘമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ദീർഘമായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് അതിന്റെ പരിഹാരത്തിലേക്ക് പോകുന്നു. പ്രശ്നങ്ങൾ ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി നിൽക്കുന്നു, ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന രീതിയിൽ പോകുന്നതിന് പകരം നമ്മൾ ഇതിനെ പതുക്കെ കുറച്ച് ഖണ്ഡങ്ങളാക്കി, നമ്മൾ PSPയുടെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗങ്ങളാക്കി സ്ലൈസ് ചെയ്യുക. എന്നിട്ട് അതിനെ ഓരോ ഘട്ടം എടുക്കുക, അതിനെ കൈകാര്യം ചെയ്യുക, അടുത്ത ഘട്ടം എടുക്കുക, അതിനെ കൈകാര്യം ചെയ്യുക. ഈ രീതിയിൽ പതുക്കെ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സമ്മർദ്ദം ഒഴിവായി കിട്ടും. കാരണം നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരവസ്ഥ വരും. പിന്നെ ഇതിനൊക്കെ ഒരു പശ്ചാത്തലമാകുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വിശ്രമം വേണം. ശരീരവും മനസ്സും ശരിയാംവിധം പ്രവർത്തിക്കുന്ന നല്ല ഭക്ഷണം ആയിരിക്കണം കഴിയും. നല്ല ഭക്ഷണം കഴിക്കാൻ നല്ലപോലെ കഴിക്കുക എന്നുള്ളതാൽ നല്ലതായ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക. അത് നമ്മൾ ലളിതാരോഗ്യത്തിൽ നമ്മളിത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, ശരിയാം വിധമുള്ള വ്യായാമം. ഇപ്പൊ യോഗ സാധന പോലുള്ള വ്യായാമങ്ങൾ ചെയ്താൽ അത് മതി, വേറെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ നമ്മളിവിടെ ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിന്റെ ഒക്കെ അപ്പുറത്ത് നിങ്ങൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പ്രക്ഷുബ്ധത തോന്നിക്കഴിഞ്ഞാൽ, അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ മടിക്കരുത്. ഒരു എക്സ്പേർട്ടിന്റെ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ സഹായം തേടുക തന്നെ വേണം. അങ്ങനെ തേടിയാൽ മാത്രമേ നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പുറത്തു നിന്നുള്ള ഒരു ബുദ്ധിക്കാണ് ഈസി ആയിട്ട് കഴിയുക. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ സമഗ്രമായി കുറെ കാര്യങ്ങളെ ചേർത്ത് വെക്കും അതിന്റെ കൂടെ. അപ്പോൾ ആ ചേർത്ത് വെപ്പ് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ടൈറ്റായി നിൽക്കും. വെളിയിൽ നിന്നുള്ള ഒരാളെ പ്രശ്നത്തെ കാണുന്നു, അതിന്റെ പരിഹാരത്തെ കാണുന്നു, ഇത് തമ്മിൽ ബ്രിഡ്ജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ടൂൾ അയാളെ തരും, അതിലേക്കൂടെ കടന്നു പോകാം. നമ്മൾ പ്രശ്നത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാഴ്ച അത്രത്തോളം വിപുലമാകില്ല. അപ്പോ ഈ രീതിയിൽ നമ്മള് പിന്തുണ
നേടുക, ഇതുവഴിയെല്ലാം തന്നെ നമുക്ക് നമ്മുടെ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോ സമ്മർദ്ദ പരിപാലനം എന്ന് പറയുന്നത് ഈ സമ്മർദ്ദ ഏത് തരത്തിലുണ്ടാവുന്ന സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ, സംയമനം പാലിക്കാൻ, സ്വയം മനസ്സിലാക്കാൻ, തന്നോടും മറ്റുള്ളവരുടെ സഹാനുഭൂതിയോടെ പെരുമാറാൻ, ശരിയായ തീരുമാനം എടുക്കാനൊക്കെയുള്ള ശേഷിയാണ്. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് സമ്മർദ്ദം ഉണ്ടായാൽ അതിനെ നിന്ന നിപ്പില് അതിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. ഏത് വികാരമായിക്കോട്ടെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക, അതിനെ കടത്തിവിടുക. ആ വികാരങ്ങൾ അപ്പോ നമ്മൾ എടുത്ത് അതിനോട് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം അതൊക്കെ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ശ്വസന വ്യായാമം, പ്രാണായാമം അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ റെഗുലേറ്റ് ചെയ്യുക. ഇതേ അവസ്ഥ അപരനിലാണ് ഉണ്ടാവുന്നതെങ്കിൽ അപരനെ ഒന്ന് തടുക്കാനായിട്ടുള്ള ഒന്ന് അനുവദിക്കുക, അതിനുള്ള സമയം അനുവദിക്കുക. ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കുറച്ചു നേരം ശ്വാസം വലിച്ചു വിടുക എന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക വരെ ചെയ്യാം. അപ്പോ ഇത് ആ ബന്ധത്തെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇപ്പോ ആ പുതിയ സമ്മർദ്ദം ഉണ്ടായി, സാഹചര്യം ഉണ്ടായി, അതിനനുസരിച്ച് ഞാൻ ഫ്ലെക്സിബിൾ ആകണം. എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ജീവിതക്രമം ഫ്ലെക്സിബിൾ ആകണം. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണം ഞാൻ നടത്തി വെക്കണം. ഓൾറെഡി അത് പ്രശ്നം ഉണ്ടാകുമ്പോഴല്ല നടത്തേണ്ടത്, അതിന് മുമ്പേ നടത്തി വെക്കണം. അതുപോലെ തന്നെ ആ ഉണ്ടാകുന്ന പ്രശ്നത്തെ നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലെ പ്രശ്നം എന്നുള്ള സംഭവത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം, സമ്മർദ്ദത്തിന്റെ കാരണത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അതിന് പരിഹാരത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് മാറാൻ എന്ത് ചെയ്യണം, ആ മാറുന്ന കാര്യത്തിലേക്ക് നമ്മൾ അങ്ങ് പോകണം. വേണ്ടപ്പോൾ നമ്മൾ വേണ്ടുന്നവരുടെ സഹായവും തേടണം. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്താൽ പറ്റി എന്നില്ല, അപ്പൊ നമ്മൾ സഹായവും തേടേണ്ടി വരും. അതുപോലെ ഇതിന്റെ പിന്നാമ്പുറം, അതായത് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വ്യായാമം ചെയ്യുക, നല്ലപോലെ ശ്വസിക്കുക, വിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സത്യത്തിൽ ഈ ഒരു പ്രോസസ്സിന്റെ പെരിഫറൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പക്ഷെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ ഇതാണ് ഏറ്റവും സാധ്യമായിട്ടുള്ള വഴി. അപ്പൊ ഈ വഴിയിലായിരിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.